ഗാന്ധിജിയെ വരെ വിറപ്പിച്ച് നിശബ്ദനാക്കിയ ഒരു മനുഷ്യനുണ്ട്. ആരെന്നറിയോ? പറയാം. 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള എലക്ഷൻ നടക്കാൻ പോവാണ്. പട്ടാഭി സീതാറാമയാണ് ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നത്. എന്നാൽ അന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ നേരെ ഒരു വാക്ക് പോലും പറയാൻ ആരും പേടിച്ചിരുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് ഗാന്ധിജി ഒഫീഷ്യലായിട്ട് ഞാൻ സീതാറാമയുടെ കൂടെയാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇനി പിന്നെ പറയണ്ടല്ലോ, എതിർസ്ഥാനത്തേക്ക് ഒരാൾ വന്ന് മത്സരിച്ച് ജയിക്കുക എന്ന് പറയുന്നത് അത്രയും എളുപ്പമൊന്നുമല്ല. കാരണം ഗാന്ധിജി പിന്തുണയ്ക്കുന്ന ഒരാൾക്ക് വേണ്ടിയായിരിക്കും എല്ലാവരും വോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് എതിർസ്ഥാനത്തേക്ക് മത്സരിക്കുവാനായിട്ട് നമ്മുടെ നായകൻ എത്തിച്ചേരുന്നത്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഒട്ടും വിജയപ്രതീക്ഷയില്ല, കുറേ പേരൊക്കെ കളിയാക്കുന്നുമുണ്ട്. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ നടക്കുകയാണ്. പട്ടാമ്പി 8 നിലയിൽ പൊട്ടുന്നു. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ മഹാത്മാഗാന്ധിനെ കൊച്ചാക്കി പറയുന്നുമല്ല, പക്ഷേ ഈ പവർഫുള്ളായിട്ടുള്ള മനുഷ്യൻ്റെ മുൻപിൽ ഒട്ടും വിജയസാധ്യതയില്ല എന്നറിഞ്ഞിട്ടും അദ്ദേഹം വന്ന് മത്സരിക്കുവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിൽ പവർ കൊണ്ട് മാത്രമാണ്. 0% വിജയസാധ്യതയും 100% തോൽവിയായിരുന്നു അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം തുടങ്ങി. അദ്ദേഹം 100% വിജയസാധ്യത എത്തിക്കുകയും അവസാനം വിജയിക്കുകയും ചെയ്തു. ഈ ഒരു വിൽ പവറാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്.